ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ. പൊഹ ഉപ്പുമാവ് അഥവാ അവലുപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഒരു പാൻ എടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് കുറച്ച് കടുക്, ജീരകം ഇട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് കാഷ്യൂനട്ട്, കുറച്ച് കിസ്മിസ് കൂടി ഇട്ട് ജസ്റ്റ് ഒരു നിറം മാറ്റിയെടുക്കുക. കപ്പലണ്ടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ നട്ട്സിൻ്റെ എല്ലാം കൂടി ഇടയ്ക്ക് കടിക്കുന്ന ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അത്. പിന്നീട് കറിവേപ്പിലയും കൂടി ഇടുക. അതൊന്ന് ഫ്രൈ ആകുമ്പോഴത്തേന് നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുക. നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ സവാള, ക്യാരറ്റ് ഇത് രണ്ടും കൂടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്യുക. അത് രണ്ടും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുഞ്ഞു കുട്ടികൾക്കും നമ്മൾ മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ പെട്ടെന്ന് രാവിലെ ഏത് സമയം നമുക്ക് കഴിക്കാം. ചായയുടെ കൂടെ ആണെങ്കിലും നമുക്ക് വളരെ ടേസ്റ്റായിരിക്കും. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉപയോഗിക്കാം. തക്കാളി ഇട്ട് അതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. ഉപ്പിടാം കേട്ടോ, പറയാൻ മറന്നതല്ല. ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ കുറച്ച് ക്യാപ്സിക്കം വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ക്യാപ്സിക്കം ഞാൻ ഇപ്പം വെജിറ്റബിൾ ഇട്ടതിൽ ഏറ്റവും ലാസ്റ്റാണ് ഇട്ടത്. കാരണം നമുക്ക് ക്യാപ്സിക്കത്തേക്കാൾ കുറച്ചുകൂടി വേവ് വേണ്ടത് ക്യാരറ്റും സവാളയും കൂടിയാണ്. ക്യാപ്സിക്കത്തിൻ്റെ പച്ച മണം ഒന്ന് നമുക്ക് മാറാതെ അതിൻ്റെ ടേസ്റ്റ് വേണം. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഇട്ടത്. അത്യാവശ്യം നമ്മൾ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഇടാം. നമുക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് ഇട്ടിട്ട് വഴറ്റാം. അതൊരു പ്രത്യേക അതിൻ്റെ സ്മെല്ലും മണമൊക്കെ നമുക്ക് നല്ല ഹെൽത്തിയും കൂടിയാണ്. നമുക്ക് അവലാണെങ്കിൽ നമ്മൾ നനച്ച് എടുക്കുക. ജസ്റ്റ് 2 വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കുക. ഒരുപാടൊന്ന് കുതിർന്ന് പോകരുത്. കുതിർന്ന് പോയാൽ നമ്മൾക്ക് പിന്നീട് അത് കുഴഞ്ഞായിരിക്കും കിട്ടുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. ഇത് ഈ ഉപ്മാവ് ഉണ്ടാക്കുന്നതിന് പ്രത്യേക കുറച്ചുകൂടി കട്ടി കാണും നമ്മുടെ അവലിന്. അത് ഇതിലോട്ട് ജസ്റ്റ് 2 തവണ ഒന്ന് വാഷ് ചെയ്ത് ഇതിലേക്ക് ഇടുക. മിക്സ് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെജിറ്റബിൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. കുറച്ച് നമുക്ക് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. ആ ഒരു സ്പൈസി, വലുതായിട്ടല്ല, ചെറിയൊരു സ്പൈസിൽ. പിന്നെ നമ്മുടെ എന്ത് സാധനം ഉണ്ടാക്കണമെങ്കിൽ ഗാർണിഷ് ആണല്ലോ. കുറച്ച് കറിവേപ്പില, മല്ലിയില ആഡ് ചെയ്തിട്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് നല്ല ചൂടോടുകൂടി സ്വാദിഷ്ടമായ അവലുപ്മാവ് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ചൂടോടുകൂടി കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. ഒരുപാട് തണുക്കാൻ കാത്തിരിക്കേണ്ട. അപ്പോൾ ശരി, ബൈ.